ഹരി ഓം. എല്ലാവർക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്റെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 27-ാം അധ്യായം ശ്ലോകം 16 വരെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇന്ന് 17-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ക്ലാസ് നയിക്കുന്നതിന് ഡോക്ടർ പി വിശ്വനാഥപുരി സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ചന്ദ്രവ്രജന്തമനുപേതമപേതഗത്യം ദ്വൈവായനോ വിരഹകാതരയജുഹാവ ഏതി തന്മയതയാതരവോപിനേദുസ്തം സഹൃദോദഹൃദയം. മദനീയരായ എല്ലാ കക്ഷികളും നീതനായിട്ടാണ്. മോഹനങ്ങളുടെ തൃതീയ സ്കന്ധം 27-ാം അധ്യായം ശ്ലോകം 17. ദേവഹൂതിരുവാചാം പുരുഷം പ്രകൃതിർബ്രഹ്മന്നഭിമുഞ്ജതി കർഹിചിത് അന്യോന്യാപാശ്രയത്വാച്ച നിത്യത്വാദനയോത്പ്രഭോ യഥാ ഗന്ധവ്യഭൂമേശ്ച ന ഭാവോ വ്യതിരേകതാം അപംരഹസ്യ ച യഥാ തഥാ ബുദ്ധേ പരസ്യതാം അകത്തു കർമ്മബന്ധോയം പുരുഷസ്യേദാശ്രയാം ഗുണേഷു വത്സു പ്രകൃതേ കൈവല്യം തേഷ്വതകഥം ക്വചിത് തത്വാപമർശേന നിവൃത്തം ഭയമുൽബണം അനിവൃത്തനിമിത്തത്വാത് പുനഃ പ്രത്യപതിഷ്ഠതേ. അങ്ങനെ പ്രകൃതി പുരുഷന്മാർ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ സ്ഥിതി ചെയ്യുന്നുവെന്നും പുരുഷനായ ഈശ്വരൻ പ്രകൃതിയിൽ എപ്പോഴും സാന്നിധ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും പക്ഷെ പ്രകൃതിയുടെ ഗുണങ്ങളൊന്നും ഈശ്വരനെ ബാധിക്കില്ല എന്നും 2-3 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ഇത് കഴിഞ്ഞപ്പോൾ ദേവഹൂതിയുടെ സംശയങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. പുരുഷം പ്രകൃതി ബ്രഹ്മൻ, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മസ്വരൂപനായ ഭഗവൻ, പുരുഷം പ്രകൃതി, ഈ പുരുഷനെ ജീവാത്മാവായി മനുഷ്യശരീരത്തിൽ നിലനിൽക്കുന്ന പുരുഷനെ പ്രകൃതിയാകുന്ന മായ കർഷിച്ചത് ഒരു കാലത്തും അഭിമുഞ്ചതി മോചിപ്പിക്കുന്നില്ല, വിട്ടുപിരിയുന്നേയില്ലാത്ത. എന്താ കാരണം? അന്യോന്യാപാശ്രയത്വാച്ചാം, അന്യോന്യം ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്. നിത്യത്വാത് അനയോ പ്രഭോ, അനയോഹോ, ഇവകൾ രണ്ടും തമ്മിൽ നിത്യമായതുകൊണ്ട്. ഈ 2 കാരണം കൊണ്ട് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ ഒരിക്കലും വേർപെടുത്താൻ പറ്റില്ല. എവിടെ പുരുഷനുണ്ടോ പ്രകൃതി ഉണ്ടാകും, പ്രകൃതിയുണ്ടോ പുരുഷനുണ്ടോ. അവിമുഞ്ചതി കർഹിച്ച്, ഒരിക്കലും അവർ വേർപെട്ടു പോവില്ല. അന്യോന്യം ആശ്രയിക്കുന്നുണ്ട്. പുരുഷന് നിലനിൽക്കാൻ പ്രകൃതി വേണം, പ്രകൃതിക്ക് നിലനിൽക്കാൻ പുരുഷനും വേണം. തന്നെയല്ല, ഇതെന്നും ഉള്ളതാണ്, നിത്യമാണ്, ഒരിക്കലും ഇല്ലാണ്ടാവില്ല. പുരുഷൻ ഇല്ലാണ്ടാവില്ല, പ്രകൃതി ഇല്ലാണ്ടാവില്ല. അതുകൊണ്ട് യഥാ ഗന്ധവ്യ ഭൂമേശ്ച ന ഭാവോ വ്യതിരേകത. എങ്ങനെയെന്നാൽ ഗന്ധവ്യ ഭൂമേശ്ച, ഗന്ധത്തിനും ഭൂമിക്കും തമ്മിലുള്ള ഭാവം വ്യതിരേകത ന, വേർപിരിഞ്ഞിരിക്കില്ല. ഭൂമിയുടെ ഗുണം ഗന്ധമാണ്. ഗന്ധമില്ലാതെ ഭൂമിക്ക് നിലനിൽക്കാൻ പറ്റില്ല. പൂവിന്റെ ഗുണം ഗന്ധമാണ്,
ആ ഗന്ധത്തെ മാറ്റി നിർത്തിയിട്ട് പൂവിലിരിക്കാൻ പറ്റില്ല. പൂവും ഗന്ധവും തമ്മിൽ അന്യോന്യാശ്രയമാണ്, പരസ്പരാശ്രയമാണ്, നിത്യസംബന്ധമാണ് എന്നുമുണ്ട്. അതിന് മാറ്റിയിരിക്കാൻ പറ്റില്ല. മണമില്ലാതെ പൂവോ പൂവില്ലാതെ മണമോ ഇത് രണ്ടും ഉണ്ടാവില്ല. പൂവും മണവും കൂടി ഒന്നിച്ചേർന്ന് ഇരിക്കും. അതുപോലെ എന്നൊരു ഉദാഹരണം പറഞ്ഞാണ്. യഥാ ഗന്ധസ്യ ഭൂമേശ്ച ന ഭാവോ വ്യതിരേകതഃ അപാം രഫസ്യ ച യഥാ തഥാ ബുദ്ധേ പരസ്യ ച. അപാം രഫസ്യ ച, വെള്ളത്തിനും വെള്ളത്തിന്റെ രസത്തിനും തമ്മിൽ വേർതിരിവുണ്ടാവില്ല. വെള്ളത്തിൽ നിന്ന് വെള്ളത്തിന്റെ രസത്തെ വേർതിരിച്ച് എടുക്കാൻ പറ്റില്ല. ഭൂമിക്കും ഗന്ധത്തിനും തമ്മിൽ, വെള്ളത്തിനും രസത്തിനും തമ്മിൽ വെവ്വേറെയുള്ള ഭാവം ഉണ്ടാവില്ല. യഥാ ഗന്ധസ്യ ഭൂമേശ്ച ഭാവോ വ്യതിരേകതഃ ഭാവോ ന അപാം രഫസ്യ ച യഥാ തഥാ ബുദ്ധി പരസ്യ. അതുപോലെയാണ് ബുദ്ധിക്കും പരനായ പുരുഷൻ. ബുദ്ധി എന്ന് വെച്ചാൽ പ്രകൃതി. അതുപോലെയാണ് പ്രകൃതി പുരുഷന്മാർക്ക് ഉള്ള ബന്ധം. അത് വേർപിരിക്കാൻ പറ്റില്ല. അകർത്തു കർമ്മബന്ധോയം പുരുഷസ്യ യഥാശ്രയ ഗുണേഷു സത്സു പ്രകൃതേഹേ കൈവല്യം തേ സ്വതകഥം. അകർത്തുഹു കർമ്മബന്ധഃ അയം. അകർത്തുഹു എന്താ, കർത്താവ് അല്ലാത്ത ഇരിക്കുന്ന ഈ പുരുഷനെ, അകർത്തുഹു പുരുഷസ്യ അയം കർമ്മബന്ധഃ, ഈ കർമ്മബന്ധം ഏത് ആശ്രയ. കർത്താവല്ലായിരിക്കുന്ന പുരുഷന് ഈ കർമ്മബന്ധം, കർമ്മത്തോടുള്ള ബന്ധം എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? പുരുഷൻ കർത്താവല്ല. അല്ലെങ്കിൽ ആ പുരുഷന് ഈ കർമ്മത്തോട് തോന്നിക്കുന്ന ബന്ധം എന്തിനെ ആശ്രയിച്ചിട്ടാണോ? അകത്തു കർമ്മബന്ധോയം പുരുഷസ്യ യഥാശ്രയ ഗുണേഷു സത്സു പ്രകൃതേഹേ. പ്രകൃതേഹി ഗുണേഷു സത്സു, പ്രകൃതി ഗുണങ്ങൾ നിലനിൽക്കെ, സത്സു എന്ന് വെച്ചാൽ ഉണ്ടായിരിക്കെ. ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ ഉണ്ടായിരിക്കെ കൈവല്യം കഥം, മോക്ഷം എങ്ങനെ ഉണ്ടാകാൻ പറ്റും? തേഷു അതഃ കഥം കൈവല്യം. മായാബന്ധത്തിൽ നിന്ന് മുക്തി നേടിയെങ്കിലേ കൈവല്യമുള്ളൂ. പുരുഷനും മായയുമായിട്ട് എപ്പോഴും ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ ഈ ജീവാത്മാവിന് എങ്ങനെ വിടുതൽ കിട്ടും? ന്യായമായൊരു ചോദ്യമാണ് ദേവഹൂതി ചോദിച്ചത്. പ്രകൃതി പുരുഷന്മാർ ഒന്നിച്ചേരിക്കുള്ളൂ. ജീവാത്മാവും ഈ പ്രകൃതിയും മായയും ജഡമായ പ്രകൃതിയും ഒന്നിച്ചേരിക്കും. അന്യോന്യം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പൂവും മണവും പോലെ, ഭൂമിയും ഗന്ധവും പോലെ ഇവയ്ക്ക് തമ്മിൽ വേർതിരിവ് ഉണ്ടാവില്ല. ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ് എങ്കിൽ എങ്ങനെ കൈവല്യം കിട്ടാൻ പറ്റും? മായ മാറിയെങ്കിലേ ഉള്ളൂ മോക്ഷം. അപ്പൊ മായയും ഈ പുരുഷനും കൂടി ഒന്നിച്ചായിരിക്കുന്നെങ്കിൽ ഈ പുരുഷന് ജീവാത്മാവിന് എങ്ങനെ മോക്ഷം കിട്ടും? അല്ലേ? ഗഹനമായ ന്യായമായ ഒരു ചോദ്യമാണ്. ഗുണേഷു സത്സു പ്രകൃതേ കൈവല്യം തേ സ്വതകഥം ക്വചിത് തത്വാവമർശേന നിവൃത്തം ഭയം ഉത്ബലം. ക്വചിത്, ചിലരിൽ തത്വാവമർശേന, തത്വചിന്ത കൊണ്ട്, പ്രകൃതി പുരുഷന്മാരുടെ തത്വത്തെ ചിന്തിക്കുന്നത് കൊണ്ട് ചിലരിൽ ഭയം ഉത്ബണം, ഉത്ബണം ഭയം, ഭയങ്കരമായ ഭയം, ഉത്ബണമായ ഉഗ്രമായ ഭയം, തത്വത്തെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് കൊണ്ട് അപൂർവം ചിലർക്ക് ഉഗ്രമായ ഭയമുണ്ടാകും. ആ ഭയം കുറച്ച് കഴിയുമ്പോൾ മാറും. അനിവൃത്ത നിമിത്തത്വാത്,
നശിക്കാത്തത് കൊണ്ട് പുനഃ വീണ്ടും പ്രത്യപതിഷ്ഠതയെ വന്നു ചേരും. തൽക്കാലം നിവർത്തിക്കുമെങ്കിലും അനിവൃത്ത നിമിത്തത്വ പുനഃപ്രത്യവതിഷ്ഠതേ, അത് വിട്ടുപിരിഞ്ഞു പോകാത്തത് കൊണ്ട് വീണ്ടും വരില്ലേ? മുമ്പ് കാണിച്ച ഉദാഹരണങ്ങളിൽ കൂടി സൂര്യൻ, കുളത്തിലെ പ്രതിബിംബം, അതിൻ്റെ പ്രകാശരശ്മികൾ കൊണ്ട് പുറത്തേക്കുള്ള പ്രതിഫലനം എന്നിങ്ങനെ സൂര്യദൃഷ്ടാന്തം കൊണ്ട് തത്വചിന്തകളാണ് അങ്ങ് അവതരിപ്പിച്ചത്. അത് ചിലർക്ക് ചിലപ്പോൾ മനസ്സിനിക്കും, അതേ ഉള്ളൂ, അങ്ങ് പോകും. ദേവഹുതിയുടെ ചോദ്യമാണ്. ചിലർക്ക് മനസ്സിനിക്കും, ചിലർക്ക് അതുമില്ല, വിട്ടുപോകും. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവരെ ജനനമരണാദികളായ സംസാര ദുഃഖമെന്ന മായ അവരെ ബാധിക്കില്ലേ? ആത്യന്തികമായ ദുഃഖനിവൃത്തി എങ്ങനെയുണ്ടാകും? ഈ സംശയത്തിനും കൂടി ഒരു മറുപടി വേണം എന്നാണ് ദേവഹുതിയുടെ ആവശ്യം. സംശയം 4 ശ്ലോകത്തിൽ കൂടി അവതരിപ്പിച്ചതേ ഉള്ളൂ. ഒന്നാമത്തെ ശ്ലോകത്തിൽ പ്രകൃതി പുരുഷന്മാർ അവിഭാജ്യ ഘടകങ്ങളാണ്, അതൊരിക്കലും വേർതിരിഞ്ഞ് നിൽക്കില്ല. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭൂമിയും ഗന്ധവും പോലെ, വെള്ളവും രസവും പോലെ ഈ പ്രകൃതി പുരുഷന്മാർക്ക് വേർതിരിക്കാൻ പറ്റില്ല. പിന്നെ അകർത്താവായ ആ പുരുഷന് ഈ കർമ്മബന്ധം എങ്ങനെ എന്തിനെ ആശ്രയിച്ചുണ്ടാകുന്നു? പ്രകൃതിയുടെ ഗുണങ്ങൾ നിലനിൽക്കെ എങ്ങനെ ഇയാൾക്ക് മോക്ഷം കിട്ടും? ഇനിയും ഈ തത്വാവബോധം കുറച്ചു സമയത്തേക്ക് ചിലരുടെ ഉള്ളിൽ ഉണ്ടായേക്കാം. അത് കഴിയുമ്പോൾ സംസാര ഭയത്തിലേക്ക് വീണ്ടും പോകും. ഉഗ്രമായ ഭയമാണ്. അത് കഴിയുമ്പോൾ ഭാഗവതം വായിച്ച പ്രഭാഷണം കേട്ട് എന്താണ്, ഒരു നിമിഷം തത്വബോധം ഉള്ളിലുണ്ടായി, ഇതൊന്നും വെറുതെയാണ് എന്നൊക്കെ തോന്നിയാൽ അല്പം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു. ഇതല്ലേ മനുഷ്യന്റെ സ്വഭാവം. അതുകൊണ്ട് സ്ഥിരമായും ഇത് വിട്ടുപിരിഞ്ഞു പോവാതിരിക്കാൻ, മോക്ഷപ്രാപ്തി സംഭവ്യമായി തീരണമെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണക്കാരിയായ സ്ത്രീ എന്ത് ചെയ്യണം, എന്താണ് മനസ്സിലാക്കുന്നത്? അങ്ങ് പറഞ്ഞ തത്വോപദേശങ്ങളൊക്കെ എനിക്കിപ്പം മനസ്സിലായി. പക്ഷെ ഇത്തിരി കഴിയുമ്പോൾ എന്നെ വിട്ടുപിരിഞ്ഞു. എന്നെ മറ്റുള്ള മമതാബന്ധനങ്ങൾ വീണ്ടും വീണ്ടും ആകർഷിക്കും. വീട്, ഭാര്യ, ഭർത്താവ്, മക്കള്, ബന്ധുക്കൾ, ധനം എന്നിങ്ങനെ ഞാൻ പിന്നെയും അതിലേക്ക് കടക്കും. അത് മായ എന്ന ഈ പ്രകൃതിയായ സംസാരം. അതിലേക്ക് വീണ്ടും ഞാൻ പോകും. അപ്പൊ എനിക്ക് എങ്ങനെ മുക്തി ഉണ്ടാക്കാൻ പറ്റും? ഈ തത്വാവബോധങ്ങൾ തൽക്കാലത്തേക്കല്ലേ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു പോവില്ലേ? ചിലർക്കെങ്കിലും, എല്ലാവർക്കും ഒരുപാടല്ല, ചിലർക്കെങ്കിലും. ഇതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നമുക്ക് നമ്മൾ ഒരമ്മ ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ദേവഹുതി ഇപ്പോൾ ചോദിച്ചത്. പുരുഷം പ്രകൃതം ബ്രഹ്മൻ അഭിമുഞ്ചതി ഗർഹിച്ചിത് അന്യോന്യാപാശ്രയത്വച്ച നിത്യത്വാദനയോ പ്രഭോ യഥാ ഗന്ധവ്യഭൂമേശ്ച നഭാവോ വ്യതിരേകതാം അപമരഫ്യത യഥാ തഥാ ബുദ്ധേ പരഫ്യതാം അകർത്തു കർമ്മബന്ധോയം പുരുഷഫ്യേദാശ്രയ ഗുണേഷു ഫത്സു പ്രകൃതേ കൈവല്യം ദേഷ്വത കഥം ക്വചിത് തത്വാവമർശേന നിവൃത്തം ഭയമുൽബലം അനിവൃത്ത നിമിത്തത്വാത് പുനഃപ്രത്യപതിഷ്ഠതേ. ഹേ പ്രഭോ, ബ്രഹ്മൻ പുരുഷം പ്രകൃതി കർഹിച്ചിത് ന വിമുഞ്ചതി അന്യോന്യാപാശ്രയത്വാ അനയോः നിത്യത്വാച്ച ഭൂമേः ഗന്ധവ്യച അപാമരഫ്യച വ്യതിരേകതഃ ഭാവः യഥാ ന തഥാ ബുദ്ധേः പരഫ്യച വ്യതിരേകതഃ ഭാവः ന.
അകർത്തുഃ പുരുഷസ്യ അയം കർമ്മബന്ധഃ യദാശ്രയഃ പ്രകൃതേഃ ഗുണേഷു സത്സു കൈവല്യം കഥം തത്വാവമർശേന ക്വചിത് ഉൽബന്നം അയം നിവൃത്തം അനിവൃത്തനിമിത്തത്വാത് പുനഃ പ്രത്യപതിഷ്ഠതേ. പുരുഷം പ്രകൃതിർബ്രഹ്മന്നഭിമുഞ്ജതി കർഹിചിത് അന്യോന്യാപാശ്രയത്വാച്ചാ നിത്യത്വാദനയോ പ്രഭോ യഥാ ഗന്ധവ്യഭൂമേ ഭാവോ വിധേയകതാം അപാമരഫ്യുത യഥാ തഥാ ബുദ്ധി പരഫ്യുതാം അകർത്തുഃ കർമ്മബന്ധോയം പുരുഷസ്യ യദാശ്രയാം ഗുണേഷു സത്സു പ്രകൃതേ കൈവല്യം തേഷ്വത കഥം ക്വചിത് തത്വാവമർശേന നിവൃത്തം ഭയമുൽബണം അനിവൃത്തനിമിത്തത്വാത് പുനഃപ്രത്യപതിഷ്ഠതേ എന്ന് 4 ശ്ലോകത്തിൽ കൂടി ഈ സംശയം ചോദിച്ചപ്പോൾ ശ്രീ ഭഗവാൻ വാച കപിലമ്മി അതിന്റെ മറുപടി പറയും. അനിമിത്തനിമിത്തേനാം സ്വധർമ്മേണാമലാത്മനാം തീവ്രയാമയി ഭക്ത്യാജാസുതപ്രദയാചിരം ജ്ഞാനേന ദൃഷ്ടതത്വേന വൈരാഗ്യേണ ബലീയസാം തപോയുക്തേന യോഗേന തീവ്രേണാത്മസമാധിനാം പ്രകൃതി പുരുഷസ്യേഹാരക്ഷ്യമാനാത്മഹർനിശം തിരൂഭവിത്രീശനകൈരഗ്നേയോ നിവാരണി. അനിമിത്ത നിമിത്തേന അനിമിത്തമാകുന്ന നിമിത്തത്താൽ, നിമിത്തം കാരണം, കാരണമാകാൻ യോഗ്യതയില്ലാത്ത കാരണം കൊണ്ട്, അനിമിത്ത നിമിത്തേന നിമിത്തമാകാനുള്ള യോഗ്യതയില്ലാത്ത നിമിത്തം കൊണ്ട് സ്വധർമ്മേണ അമലാത്മന സ്വധർമ്മത്താലും നിർമ്മലാത്മാക്കൾക്ക് തീവ്രയാമൈ ഭക്തിയാച തീവ്രമായ എന്നിലുള്ള ഭക്തി കൊണ്ടും ശ്രുതസംഭൃതയാചിരം വളരെക്കാലം കേട്ടതുകൊണ്ടും, ശ്രുതം കേൾക്കുക, സംഭൃതം സംഭരിച്ച, വളരെക്കാലം കേട്ടതുകൊണ്ട് സംഭരിച്ചതുകൊണ്ടും, അനിമിത്ത നിമിത്തം കൊണ്ട്, സ്വധർമ്മം കൊണ്ട്, എന്നിൽ തീവ്രമായ ഭക്തി കൊണ്ട്, ശ്രുതസംഭൃതം കൊണ്ട്, അമലാത്മാക്കളാൽ ജ്ഞാനേന ദൃഷ്ടതത്വേന വൈരാഗ്യേണ ബലീയസ തത്വം കാണിച്ചു തരുന്ന ജ്ഞാനം കൊണ്ട്, ദൃഷ്ടതത്വേന ജ്ഞാനേന ബലീയസ വൈരാഗ്യേണ ബലിഷ്ഠമായ വൈരാഗ്യം കൊണ്ടും, തപോയുക്തേന യോഗേന തപസ്സിനോട് ചേരുന്ന യോഗം കൊണ്ടും, തീവ്രേണ ആത്മസമാധിന തീവ്രമായ ആത്മസമാധി കൊണ്ടും, പ്രകൃതി പുരുഷസ്യേഹ ദേഹ്യമാനാത്മഹർനിശം പുരുഷസ്യ പ്രകൃതി, പുരുഷന്റെ ഈ മായ എന്ന പ്രകൃതി ഇഹ ഇവിടെ ദഹ്യമാനാത്തു അഹർനിശം എല്ലായ്പ്പോഴും, അഹർനിശം രാപകലുകൾ എല്ലായ്പ്പോഴും ദഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ദഹിച്ച് തിരോഭവിത്രീശനകൾ പതുക്കെ പതുക്കെ തിരോഭവിത്രീ തിരോഭവിക്കുന്നു. ശനകൈഹി സാവധാനം. അഗ്നേഹി യോനിരിവ അരണി, അഗ്നിയുടെ ഉത്പത്തി സ്ഥാനമായ അരണി എന്ന പോലെ അത് തിരോഭവിക്കുകയും ചെയ്തു. ഒരു 3 ശ്ലോകത്തിൽ കൂടി സാമാന്യമായ ഒരു മറുപടി പറഞ്ഞിട്ട് വിശദീകരിച്ച് പറയാൻ പോവാണ്. ജീവന് ബന്ധിക്കാൻ കാരണം മായയാണ്, ഉറപ്പാണ്, നമുക്കറിയാം. മായ കൊണ്ടാണ് ജീവന് സംസാര ലോക ജീവിതത്തിലേക്ക് ബന്ധനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംസാരത്തിൽ ഉണ്ടാകാവുന്ന അഹം മമത എന്നുള്ള 2 കയറാണ് നമ്മളെ കെട്ടുന്നത്. ഒന്ന് അഹം, മറ്റൊന്ന് മമത.
ഈ അഭിമാനത്തെ ഭഗവാന്റെ ശക്തിയായ അജ്ഞാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ അജ്ഞാനം എന്ന അവിദ്യ നശിക്കുമ്പോൾ അഭിമാനവും നശിക്കും. അപ്പൊ ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം ഇല്ലാണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കും. അവിദ്യാനാശമാണ് മോക്ഷത്തിലേക്കുള്ള വഴി. അതുകൊണ്ട് എന്നെ ഭജിക്കുന്ന ഒരു ജീവനെ അവിദ്യ നശിച്ചിട്ട് സംസാരത്തിൽ നിന്നും അപ്പുറത്ത് കടന്ന് ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് മോക്ഷത്തിന് കാരണമായി തീരും എന്ന് ഉപദേശിക്കാൻ പുറപ്പെടുക. മനുഷ്യ ശരീരം ലഭിച്ചത് കർമ്മബന്ധനത്തിൽ അകപ്പെട്ട് ഈ സംസാരത്തിൽ നട്ടം തിരിയാൻ അല്ല എന്നുള്ള ഉറപ്പാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ, വ്രതങ്ങൾ, പൂജകൾ, ആരാധനകൾ എന്ന് വേണ്ട ആയിരക്കണക്കിന് ക്രിയാകലാപങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഫലാകാംക്ഷയില്ലാതെ ഈശ്വരപ്രസാദകമായി ചെയ്യുമ്പോൾ ഉള്ളിലുള്ള കാമാദികളായ ദോഷങ്ങളൊക്കെ തന്നെ നീങ്ങിത്തുടങ്ങും. അപ്പോൾ ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം പതുക്കെ ഇല്ലാതാകും. അതിനെന്ത് ചെയ്യണം? ഈശ്വര കഥകൾ സശ്രദ്ധം കേട്ടുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ കേട്ടാൽ പോരാ, നിരന്തരമായും ശ്രവണം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കെട്ടിൽ നിന്നും അകന്ന് അഴിച്ച് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതിനെന്ത് വേണം? ആത്മസ്വരൂപത്തെ നന്നായി അറിയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഉപദേശിച്ചത്. ആത്മാവിന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള സമാധി, സ്ഥിരമായ ഉറപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് ആത്മാനന്ദം അന്ധകരണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോഴാണ് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആത്മാനന്ദത്തെ പല വഴിയിൽ കൂടി പുറത്തേക്ക് വിട്ട് തളുത്തു പൂത്ത് കായ്ക്കുന്ന സസ്യാദികളെ പോലെ അവിദ്യ കൊണ്ട് തപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സും ഇന്ദ്രിയവും ശരീരവും ഒക്കെ പതുക്കെ പതുക്കെ വിടുതൽ നേടിയിട്ട് മോക്ഷത്തിന് കാരണമായി ഭവിക്കും. അങ്ങയുടെ കഥകൾ നിരന്തരം കേൾക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. കീർത്തനം അല്ലെങ്കിൽ ശ്രവണം. ഇങ്ങനെ അന്ധകരണങ്ങളെ ശുദ്ധമായാൽ അവിദ്യാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഈ പ്രകൃതി നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോകും. അവിദ്യയാണ് ഈ പ്രകൃതിഗതമായ, നിരന്തരമായുള്ള ഈശ്വര ഭജനങ്ങളുടെ ഈ പ്രകൃതിഗതമായ വിട്ടുപോകും. ഏതുപോലെ അഗ്നിയുടെ ഉദ്ഭവത്തിന് കാരണമായ അരണി എന്ന വിറക് അഗ്നി ജ്വലിച്ചു കഴിഞ്ഞാൽ പതുക്കെ അത് നശിച്ചു പോകും. അതുപോലെ വിദ്യയാകുന്ന അഗ്നിയുടെ പ്രകാശം കൊണ്ട് അവിദ്യയായിരിക്കുന്ന വിഷയങ്ങളും വിഷയവാസനകളും പതുക്കെ പതുക്കെ നശിച്ച് ഇല്ലാണ്ടാകും. അങ്ങനെ ജീവന് പ്രകൃതിയോടുള്ള ബന്ധത്തിനും അതുകൊണ്ടുള്ള അഭിമാനവും ഇല്ലാണ്ടായി. ഇതാണ് ശരിക്കും പ്രകൃതി പുരുഷന്മാരെ കുറിച്ച് അറിയേണ്ടത്. സ്വധർമ്മങ്ങൾ എല്ലാവരും ആചരിക്കണം. വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ തുടങ്ങിയ അവരവരുടെ ജീവിതത്തിന് ഉപയോഗിക്കുന്ന സ്വധർമ്മങ്ങൾ നിരന്തരമായും ആചരിക്കണം. നിമിത്തമായ തീവ്രമായ ഭക്തി എന്നിൽ വളരെക്കാലം കേട്ട് 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 സംഭരിച്ചു വെക്കുന്ന ഒരാൾക്ക്
തത്വം കാണിച്ചു തരുന്ന ജ്ഞാനം കൊണ്ട് വിരക്തി ഉണ്ടാകും. ഭൗതിക വിഷയത്തിന് വിരക്തി ഉണ്ടായാൽ ആ തപസ്സിനോട് മനസ്സ് ചേരും. അങ്ങനെ ആയാൽ തീവ്രമായ സമാധി കൊണ്ട് മനസ്സിനെ അടക്കി നിർത്താൻ ഒരു വിഷമവും ഉണ്ടാവില്ല. അങ്ങനെ ആയാൽ പുരുഷനോട് ചേർന്നിരിക്കുന്ന പ്രകൃതി പതുക്കെ പതുക്കെ ദഹിച്ച് ഇല്ലാതാകും. അരണി കടയാൻ അരണിക്കോലുകളെടുത്ത് പരസ്പരം മഥനം ചെയ്ത് കൂട്ടിയൊഴിച്ച് തീയുണ്ടായാൽ ആ തീയ് ഈ അരണിക്കമ്പനിയാണ് ദഹിപ്പിക്കുക. അതിലേക്കാണ് തീ ആദ്യം കത്തുന്നേ. അതില്ലാതാവും നിമിത്തേന. അങ്ങനെ അതില്ലാതായാൽ പിന്നെ വളരെ എളുപ്പമായി. മായ ഇല്ലാതായാൽ, അവിദ്യ ഇല്ലാതായാൽ പിന്നെ ഈ ആത്മാവിന് വിദ്യയിൽ ജ്ഞാനത്തിൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. അങ്ങനെ എത്തിയാൽ പിന്നെ മായയില്ല, ത്രിഗുണങ്ങളില്ല, ഒന്നുമില്ല. അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. രണ്ടും ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് എങ്ങനെ മുക്തിക്ക് കാരണമാകും എന്നാണ് ദേവഹൂതി ചോദിച്ചത്. അതിന് ഭഗവാൻ മത മറുപടി, നിരന്തരമായ ഭഗവത് ഭക്തി കൊണ്ട് ഈ പ്രകൃതി എന്ന മായ പതുക്കെ വിട്ടുപോകും. മായ വിട്ടുപോയാൽ പിന്നെ ഈ പുരുഷന് ഈശ്വര തത്വത്തിലേക്ക് ലയിക്കുകയുള്ളൂ. ഒറ്റ വാക്കിൽ അനായാസോടെ പറയാനുള്ള മറുപടിയാണ്. അത് ഇത്തിരി വിശദമാക്കി പറഞ്ഞു ഒന്ന് മാത്രം. അനിമിത്തേന സ്വധർമ്മേണാമലാത്മനാം തീവ്രയാമയി ഭക്ത്യാചുലസംഭൃതയാചിരം ജ്ഞാനേന ദൃഷ്ടതത്വേന വൈരാഗ്യേണ ബലീയസാം തപോയുക്തേന യോഗേന തീവ്രേണ ആത്മസമാധിനാം പ്രകൃതി പുരുഷസ്യേഹാദിക്യമാനാത്വഹർനിശം തിരോഭവിത്രീശനകൈരഗ്നേർയോ നിവാരണി. അനിമിത്തേന സ്വധർമ്മേന അമലാത്മന ചിരം ശ്രുതസംഭൃതയാ തീവ്രയാ മയി ഭക്തിയ ദൃഷ്ടതത്വേന ജ്ഞാനേന ബലീയസ വൈരാഗ്യേന തപോയുക്തേന യോഗേന തീവ്രേണ ആത്മസമാധിന അഹർനിശം ലക്ഷ്യമാന പ്രകൃതി ശനകൈഃ ഇഹ അഗ്നേഃ യോനിഃ അരണിഃ ഇവ തിരോഭവിത്രീ. അനിമിത്തേന സ്വധർമ്മേണാമലാത്മനാം തീവ്രയാ മയി ഭക്ത്യാ ച സുഖസംഭൃതയാ ചിരം ജ്ഞാനേന ദൃഷ്ടതത്വേന വൈരാഗ്യേണ ബലീയസാം തപോയുക്തേന യോഗേന തീവ്രേണ ആത്മസമാധിന പ്രകൃതി പുരുഷസ്യേഹാലേഖ്യമനാത്വഹർനിശം തിരോഭവിത്രീശനകൈരഗ്നേർയോ നിവാരണി. അനിമിത്തേന സ്വധർമ്മേണാമലാത്മനാം തീവ്രയാ മയി ഭക്ത്യാ ച സുഖസംഭൃതയാ ചിരം ജ്ഞാനേന ദൃഷ്ടതത്വേന വൈരാഗ്യേണ ബലീയസാം തപോയുക്തേന യോഗേന തീവ്രേണ ആത്മസമാധിന പ്രകൃതി പുരുഷസ്യേഹാലേഖ്യമാനാത്വഹർനിശം തിരോഭവിത്രീശനകൈരഗ്നേർയോ നിവാരണി. ഭുക്തഭോഗാപരിത്യക്തവാ ദൃഷ്ടദോഷാച നിത്യശാം നേശ്വരസ്യാശുഭം ധത്തെ സ്വേ മഹിനിശ്ചിതസ്യ. ഭുക്തഭോഗ, ഭോഗങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഉചിക്കപ്പെട്ട ഭോഗങ്ങൾ, പരിത്യക്തോ അത് ഉപേക്ഷിക്കാം. ഭോഗങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷയങ്ങളെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഒരു പൂ മുമ്പിൽ കണ്ടു, അത് മണത്തു, അതിൻ്റെ മനം അറിഞ്ഞു, അനുഭവിച്ചു, ഹായ് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പൂവിനെ ഉപേക്ഷിക്കണം, വിട്ടുകളയണം. അതിന് പുറകെ ഇനി പോവൻ അത്രയും ആവാം, പിന്നെ അതിനെ വിട്ടുകളയണം. ഭുക്തഭോഗ പരിത്യക്ത
ദൃഷ്ടദോഷാച നിത്യശ, കാണപ്പെടുന്ന ദോഷത്തോടു കൂടിയതുമായി ഉപേക്ഷിക്കേണ്ടതായ ആ പ്രകൃതിയെ നിത്യശഃ എന്നും ന ഈശ്വരഫ്യ അശുഭം തത്തേ സ്ഥിതസ്യ സ്വേ മഹിന്യേ സ്ഥിതസ്യ, സ്വന്തം മാഹാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരഫ്യ അശുഭം, ഈശ്വരന്റെ അമംഗളത്തെ ന തത്തെ ജനിപ്പിക്കത്തില്ല. ഭോഗഭുക്തങ്ങളും പരിത്യക്തങ്ങളും ദുഷ്ടദോഷങ്ങളുമായി എന്നെന്നും കാണപ്പെടുന്ന ഈശ്വരന്റെ അശുഭത്തെ സ്വന്തം മാഹാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് ധരിക്കുന്നു. പ്രകൃതിയുടെ 3 അവസ്ഥകളാണ് സത്വരജസ് തമസുകൾ എന്ന 3 ഗുണങ്ങൾ. ഇവയെല്ലാം ജാഗ്രത അവസ്ഥയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നു. സുഷുപ്തിയിലും സ്വപ്നത്തിലും അവ ഉറങ്ങിക്കിടക്കും. ജാഗ്രത വരുമ്പോൾ എല്ലാവരും ചാടി എണീറ്റ് പ്രവർത്തനക്ഷമമാവും. എന്നിട്ട് പുണ്യപാപങ്ങളായ പലതരത്തിലുള്ള കർമ്മങ്ങൾ ഏർപ്പെട്ട് വീണ്ടും ഈ പ്രകൃതി പുരുഷനെ ബാധിക്കുമോ എന്നാണ് സംശയം. ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ടു, ശരിയാണ്. പിന്നെ നാളെ വരില്ല എന്ന് പറയാൻ പറ്റും? ഇന്നത്തെ ആശങ്ക എങ്ങനെയാണ്? ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നാളെ വല്ല കുഴപ്പവും വന്നാലോ? ഇത് ഓർത്ത് ദുഃഖിക്കുന്നവരാണ് മനുഷ്യരധികവും. ഈ സുഷുപ്തിയിൽ ഗുണങ്ങളും വിഷയങ്ങളും നിദ്രയിലേക്ക് ലയിച്ചു പോകുന്നുണ്ടാണ്. അതില്ലാതിരിക്കുന്നില്ല, ഉണ്ടെന്നറിയുന്നില്ല. എന്നാൽ സമാധിയിൽ അങ്ങനെയല്ല. അവിദ്യയാകുന്ന അന്ധകാരം വിദ്യയാകുന്ന പ്രകാശം നിമിത്തം തീരെ ഇല്ലാണ്ടാകും. അതാണ് സുഷുപ്തിയുടെ ഒരു ദോഷം. അതാണ്, ഉണർന്നാൽ ഇതെല്ലാം വരും. സമാധിയിൽ ഇനി ഉണരില്ല. അപ്പൊ ഇവരാരും തിരിച്ചു വരില്ല. അതുകൊണ്ട് സുഷുപ്തിയിൽ നിന്നും ജാഗ്രത അവസ്ഥയെ പ്രാപിച്ചാലും പുരുഷൻ വിവേകമുള്ളവനായി തീരുന്നില്ല. ഈ പുരുഷൻ വിവേകമുള്ളവനായിട്ട് ജന്മജന്മാന്തരങ്ങളായുള്ള സംസ്കാരങ്ങൾ കൊണ്ട് പ്രകൃതി കാര്യങ്ങളായ വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അത് അനുഭവിക്കാൻ പാകത്തിനുള്ള സ്വർഗ നരക ലോകങ്ങളിൽ സുഖദുഃഖങ്ങളുടെ അനുഭവവും വൈരാഗ്യവും ഉണ്ടായിക്കഴിഞ്ഞാൽ പുണ്യം പാപവും അതുകൊണ്ടുള്ള സ്വർഗവും നരകവും ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ അനിത്യങ്ങളാണ്, അനർത്ഥങ്ങളാണ്. അതുകൊണ്ട് ആ വക അനർത്ഥങ്ങൾക്ക് കാരണമായ പ്രകൃതിയോടുള്ള ബന്ധത്തെ ഉപേക്ഷിക്കാം. ആത്മാവിൽ ആനന്ദമാകുന്ന ഐശ്വര്യം വേണം നമുക്കുണ്ടാവാൻ. അതിൽ ഉറച്ചു നിന്നാൽ ഈ പുരുഷന് അവിദ്യയെ കാണില്ല, അവിദ്യയുടെ കിങ്കരനാവുകയില്ല, ദാസനായിട്ട് ജീവിക്കാനും പറ്റില്ല. ഇത് ജന്മമരണ രൂപമായ അശുഭത്തെ ഉണ്ടാക്കാൻ സാമർഥ്യം ഇല്ലാത്തതാണ് ഈ അറിവ്. അതുകൊണ്ട് വൈരാഗ്യഭക്തി ജ്ഞാനസാധനങ്ങളുടെ സമ്പത്തി നിമിത്തം നശിച്ചു പോയ പ്രകൃതിയുടെ ഉയർച്ചയെക്കുറിച്ച് ശങ്കിക്ക പോലും ചെയ്യേണ്ടതില്ല എന്ന് ഉറപ്പിക്കാം. ഭോഗങ്ങളൊക്കെ ആവോളം അനുഭവിച്ചു, അത് ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് നിത്യേന ദോഷത്തോടു കൂടിയതാണെങ്കിലും ഇത് അനുഭവിച്ചു കഴിയുന്ന ഒരാൾക്ക് ഈശ്വരസ്യ അശുഭം നതത്തെ, ഈശ്വരഭാവത്തിൽ നിന്നും ഉണ്ടായേക്കാവുന്ന അമംഗളത്തെ ധരിക്കില്ല. സ്വന്തം മഹാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഭൗതികമാകുന്ന സുഖഭോഗങ്ങളിൽ അല്പസമയം ആസക്തനായാലും കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണം? അത് വിട്ടുകളയണം. അത് കൊണ്ട് നടക്കരുത്. നമ്മളതല്ല, അതും കൊണ്ട് ഇങ്ങനെ നടക്കും, എത്ര ദിവസം വേണമെങ്കിൽ നടക്കും. അത് കളയില്ല.
അത് അപ്പൊ തന്നെ കളയേണ്ടതല്ലേ? അത് കൊണ്ടു നടക്കേണ്ടത് ആരാണ്? ഈശ്വരനാമങ്ങൾ മാത്രമാണ്. ബാക്കി വഴിക്ക് വന്നു ചേരുന്നതിനൊക്കെ എന്ത് ചെയ്യണം? അവിടെ ഉപേക്ഷിച്ച് കളയണം. അങ്ങനെ കളഞ്ഞു പോയെങ്കിൽ മാത്രമേ അവിദ്യ നമ്മെ ബാധിക്കാതിരിക്കുള്ളൂ. അവിദ്യ ബാധിക്കാതിരുന്നെങ്കിലേ വിദ്യ ഉണ്ടാവുള്ളൂ. വിദ്യ കൊണ്ട് മാത്രമേ മുക്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ഭക്തി കൊണ്ട് അവിദ്യാനാശവും അതുകൊണ്ട് വിദ്യയും ഇതാണ് ലക്ഷ്യം എന്ന് അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഭുക്തഭോഗാവരിത്യക്താദിഷ്ടദോഷാച നിത്യശാം നേശ്വരഫ്യാശുഭം ദത്തേ ഫേ മഹം നിശ്ചിതസ്വിജാം. ഭുക്തഭോഗാः നിത്യശഃ ദുഷ്ടദോഷാः പരിത്യക്താः സാ പ്രകൃതിः സ്വേ മഹിംനി സ്ഥിതസ്യ ഈശ്വര നഥത്തെ. ഭുക്തഭോഗാവരിത്യക്താദിഷ്ടദോഷാച നിത്യശാം നേശ്വരഫ്യാശുഭം ദത്തേ ഫേ മഹിംനി സ്ഥിതസ്വിജാം. ഭുക്തഭോഗാപരിത്യക്തോ ദുഷ്ടദോഷാച നിത്യശാം നേശ്വരഫ്യാശുഭം ദത്തേ ഫേ മഹിം നിസ്ഥിതസ്വിജാം. യഥാ ഹ്യപ്രതിബുദ്ധഫ്യാം പ്രസ്വാപോ ബഹ്വനർത്ഥഭൃത് ഫൈവ പ്രതിബുദ്ധഫ്യ നവൈ മോഹായ കൽപ്പതേ. യഥാ എപ്രകാരം ഹി ആകട്ടെ അപ്രതിബുദ്ധഫ്യ ഉണരാതെ കിടക്കുന്നവൻ. അപ്രതിബുദ്ധൻ, പ്രതിബുദ്ധൻ ഉണർന്നവൻ, അപ്രതിബുദ്ധൻ ഉണരാതിരിക്കുന്നവൻ. ഉണങ്ങാതിരിക്കുന്നവർക്ക് പ്രസ്വാപോ അവർക്ക് സ്വപ്ന ദർശനം. പ്രസ്വാപഹ എന്നാൽ സ്വപ്ന ദർശനം. യഥാ ബഹു അനർത്ഥഭൃത് അത് ധാരാളം അനർത്ഥങ്ങളെ ഉണ്ടാക്കുന്നതാണ്. ഉറങ്ങിക്കിടക്കുന്ന അവസരത്തില് കാണുന്ന സ്വപ്നം അപ്പോൾ ഭയമുണ്ടാക്കാം, സന്തോഷമുണ്ടാക്കാം, സങ്കടമുണ്ടാക്കാം. പക്ഷെ ഉണർന്നതിന് ശേഷം അതിൻ്റെ ഓർമ്മ കൊണ്ട് അതേ കാര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുകയോ സന്തോഷിപ്പിക്കുകയോ ജനിക്കുന്നില്ല എന്നുള്ളത് നിത്യമായ അനുഭവമാണ്. സ്വപ്നത്തിൽ എന്തൊക്കെയോ നമ്മൾ കാണുന്നുണ്ട്. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കളയില്ലേ? അതോ ഈ സ്വപ്നത്തിന്റെ ഓരോ അവസ്ഥകൾ ഓർത്ത് പിന്നെയും പിന്നെയും ഇരുന്ന് കരയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമോ? ഇല്ല. കാരണം സ്വപ്നത്തിൽ കണ്ടു, അപ്പോഴേ കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഉണർന്നതിന് ശേഷം ഈ സ്വപ്ന കാര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ കാരണമാവില്ല. അത് നിത്യമായ അനുഭവമാണ്. അതുപോലെയാണ് അജ്ഞാനാവസ്ഥയിൽ ജന്മവർണ്ണക്ലേശ മൂല കാരണമായ പ്രകൃതി. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വക അനർത്ഥങ്ങൾ ജനിപ്പിക്കില്ല, വിട്ടുകളയും. ജ്ഞാനോദയം വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അനർത്ഥങ്ങളൊക്കെ കളയും. അതുകൊണ്ട് യഥാഹ്യപ്രതിബുദ്ധഫ്യ പ്രസ്വാപോ ബഹ്വനർത്ഥകർ സയേവ പ്രതിബുദ്ധഫ്യ നവൈ മോഹായ കൽപ്പതേ. അപ്രതിബുദ്ധഫ്യ പ്രസ്വാഭ യഥാ ബഹു അനർത്ഥഭൃത് ഫ ഏവ പ്രതിബുദ്ധഫ്യ മോഹായ നവൈ കൽപ്പതേ. യഥാ ഹ്യപ്രതിബുദ്ധഫ്യ പ്രസ്വാപോ ബഹ്വനർത്ഥഭൃത് ഫയേവ പ്രതിബുദ്ധഫ്യ നവൈ മോഹായ കൽപ്പതേ. യഥാ ഹ്യപ്രതിബുദ്ധഫ്യ പ്രസ്വാപോ ബഹ്വനർത്ഥഭൃത് ഫയേവ പ്രതിബുദ്ധഫ്യ നവൈ മോഹായ കൽപ്പതേ. ഏവം വിദിതതത്വസ്യ പ്രകൃതിർമഹിമാനസം യുഞ്ജതോ നാപഗുദിത ആത്മാരാമസ്യ കർഹിജിത്. ഏവം ഇങ്ങനെ വിദിത തത്വസ്യ തത്വം അറിഞ്ഞവന് മൈ പ്രകൃതി മൈ മാനസം മൈ എന്നിൽ മാനസം യുഞ്ജത മനസ്സിനെ യോജിപ്പിച്ചുകൊണ്ട് ആത്മാരാമസ്യ കർഹിച്ചിത് ന അപകുരുത ആത്മാരാമനായ ഒരു പുരുഷനെ ഈ പ്രകൃതി എന്ന മായ ഒരു കാലത്തും അപകാരം ചെയ്യില്ല എന്ന് ധരിക്കൂ. ഈ മായ ഉപദ്രവിക്കില്ല.
സ്വപ്നാവസ്ഥയിലെ ദൃഷ്ടാന്തം കൊണ്ട് ഏതൊരു പുരുഷനും പ്രകൃതിയുടെയും ഈശ്വരന്റെയും പരമാർത്ഥമായ അവസ്ഥ നന്നായി അറിഞ്ഞതിന് ശേഷം ഈ പ്രകൃതി കാര്യത്തിൽ മായാഗുണങ്ങളിൽ ആസക്തനാവാതെ അതെല്ലാം ഉപേക്ഷിച്ച് ഈശ്വരനായ എന്നിൽ മനസ്സുറപ്പിച്ച് ഈ സ്വരൂപാനന്ദം കൊണ്ട് സംതൃപ്തിയെ പ്രാപിച്ചാൽ ആ പുരുഷന് പുനർജന്മാദികളായ ക്ലേശങ്ങൾ ഉണ്ടാവില്ല. ഇതാണ് ഈ പ്രകൃതി തത്വം അറിയുന്നത് കൊണ്ടുള്ള ഗുണം. ഇതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ പറ്റൂ. ആത്മാരാമനായ ആ പുരുഷന് വീണ്ടും ജന്മമരണങ്ങൾ ഉണ്ടാവില്ല, ഉണ്ടാക്കാൻ സാമർഥ്യവുമില്ല. ഏവം വിദിതത്വസ്യ പ്രകൃതന്മൈമാനസം യുഞ്ജതോ നാപകുരുത ആത്മാരാമസ്യ കർഹിചിത്. ഏവം വിദിതതത്വസ്യ മയി മാനസം യുഞ്ജതഃ ആത്മാരാമസ്യ പ്രകൃതിഃ കർഹിചിത് ന അപകുരുതേ. ഏവം വിദിതതത്വസ്യ പ്രകൃതന്മൈമാനസം യുഞ്ജതോ നാപകുരുത ആത്മാരാമസ്യ കർഹിചിത്. യഥൈവമധ്യാത്മരതകാലേന ബഹുജന്മനാം സർവത്ര ജാത വൈരാഗ്യ ബ്രഹ്മഭുവനാത് മുനീം മത്ഭക്ത പ്രതിബുദ്ധാർത്ഥോ മത്പ്രസാദേന ഭൂയസാം നിശ്രേയസം സ്വസംസ്ഥാനം കൈവല്യാഖ്യം മദാശ്രയം. പ്രാപ്തോദീഹ ഹംജസാധീയ സ്വദിശാച്ഛിന്ന സംശയാം യത് ഗത്വാ ന നിവർത്തേത യോഗി ലിംഗത്വാത് വിനിർഗമേ. യഥാ ഏവം അധ്യാത്മരതഃ, ആത്മാവിൽ സന്തുഷ്ടനായിരിക്കുന്ന ഒരാൾ യഥാ ഏവ അധ്യാത്മരതഃ ബഹുജന്മനാ കാലേന, ബഹുജന്മങ്ങളായ കാലം കൊണ്ട് എപ്പോഴാണോ ആത്മാവിൽ സന്തുഷ്ടനായിട്ട് സർവത്ര ജാതവൈരാഗ്യ ആബ്രഹ്മഭുവനാൻ മുനി, ആത്മാവിൽ സന്തുഷ്ടനായിട്ട് മുനി വിചാരശീലനായിട്ട് ആ ബ്രഹ്മഭുവന, ബ്രഹ്മലോകം മുതൽക്കുള്ള ഓരോ ലോകങ്ങളിലും ജാതവൈരാഗ്യ, വൈരാഗ്യമുണ്ടായിട്ട് മദ്ഭക്ത, എന്നിൽ ഭക്തനായി തീർന്നാൽ പ്രതിബുദ്ധാർത്ഥ, വേണ്ടതുപോലെ വിഷയങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു പുരുഷൻ സ്വദൃശ, തൻ്റെ രൂപത്തെ അറിഞ്ഞതുകൊണ്ട് ഛിന്ന സംശയങ്ങളെല്ലാം തീർന്നവനായിട്ട് ധീരനായിട്ട് വീണ്ടും അധികരിച്ചതായ എൻ്റെ പ്രസാദം കൊണ്ട് എൻ്റെ പരമാർത്ഥ സ്വരൂപത്തെയും എന്നെ ആശ്രയിച്ചിരിക്കുന്നതായും അറിഞ്ഞാൽ കൈവല്യമെന്ന്, മോക്ഷത്തെ ഈ ജന്മത്തിൽ തന്നെ ഉറപ്പാണ്. 5 സാക്ഷാത്തായി പ്രാപ്നോതി, പ്രാപിക്കും. ലിംഗാത് വിനിർഗമേ, കാരണത്തിൽ നിന്ന് മുക്തനായിരിക്കുമ്പോൾ യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ യോഗി എന്നോട് ചേർത്ത് മടങ്ങുകയില്ല. ആ അവസ്ഥയിലേക്കാണ് എന്നെ എത്തിക്കേണ്ടത്. അതുകൊണ്ട് ജന്മമരണങ്ങൾക്ക് പാത്രമായി വരുന്നില്ല എന്നുള്ള സത്യം ഒന്ന് സ്പഷ്ടമാക്കുകയാണ് ചെയ്തത്. യഥൈവ അധ്യാത്മരതകാലേന ബഹുജന്മനാം സർവത്ര ജാതവൈരാഗ്യ ആബ്രഹ്മഭുവനാൻ മുനി മദ്ഭക്ത പ്രതിബുദ്ധാർത്ഥോ മത്പ്രസാദേന ഭൂയസാം നിശ്രേയസം സ്വസംസ്ഥാനം കൈവല്യാഖ്യം മദാശ്രയം. പ്രാപ്നോതീഹാഞ്ജസാം ധീര സ്വദിശാച്ഛിന്ന സംശയാം യദ്ഗത്വാ ന നിവർത്തേത യോഗി ലിംഗാത് വിനിർഗമേ. ബഹുജന്മനാ കാലേന യഥാ
एवम् अध्यात्मगतः मुनिः आब्रह्मभुवनात् सर्वत्र जातवैराग्यः मद्भक्तः प्रतिबुद्धार्थः स्वदृशा छिन्नसंशयः धीयः भूयसा मत्प्रसादेन स्वसंस्थानं मदाश्रयं कैवल्याख्यं निःश्रेयसम् इह अञ्जसा प्राप्नोति लिङ्गाद् विनिर्गमे यद्गत्वा योगी न निवर्तेत यदैव अध्यात्मगता कालेन बहुजन्मना सर्वत्र जातवैराग्या आब्रह्मभुवनन्मुनि मद्भक्तप्रतिबुद्धार्थो मत्प्रसादेन भूयसां निःश्रेयसं स्वसंस्थानं कैवल्याख्यं मदाश्रयं प्राप्तो इतीहाञ्जसाधीयां सदिचाच्छिन्नसंशयां यद्गत्वा न निवर्तेत योगी लिङ्गाद्विनिर्गमे यदा न योगोपचितासु चेतो मायासु सिद्धस्य विषज्यतेऽम्ब अनन्यहेतुष्वथमे गति स्यात् आत्यन्तिकी यत्र न मृत्युहासाम् यदा എപ്പോഴാണോ യോഗോപചിതാസു യോഗം കൊണ്ട് വർദ്ധിച്ചു വരുന്ന ഉപചിതമാകുന്ന ചേതസ് പ്രാർത്ഥന ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം യഥാണ് യോഗോപചിതാസു ചേതോ യോഗത്താൽ വർദ്ധിച്ചു ഇരിക്കുന്ന ചേതസ് മായാസു സിദ്ധസ്യ വിഷജ്യതെമ്പ മായകളിൽ ഒരു സിദ്ധന്റെ ചേതസ് യഥാ ന വിഷജ്യത എപ്പോഴാണോ ആസക്തമാകാതിരിക്കുന്നത് വിഷജ്യത ആസക്തമാവുക മായാസു ന വിഷജ്യത മായയിൽ ആസക്തമാവാതിരിക്കുന്നു അനന്യഹേതുഷു അഥമേ ഗതി അങ്ങനെ അനന്യമായ ഗതി ഹേതുക്കൾ ഉള്ള എൻ്റെ ഗതി ഉണ്ടാകും ആത്യന്തികി എത്ര മത്യുഹാസ ആത്യന്തികമായും എത്ര യാതൊന്നിലാണോ മൃത്യുവിൻ്റെ പുഞ്ചിരി നസ്യാ ഉണ്ടാകാതിരിക്കുന്നത് അതിലേക്കാണ് എനിക്ക് എത്തിച്ചേരേണ്ടത് മൃത്യു വിജയിച്ചു എന്നൊരു പുഞ്ചിരി ഉണ്ടാവില്ല അമർത്യതയാണ് ഉണ്ടാകാൻ പോകുന്നത് മേൽ വിവരിച്ച വിധത്തിലുള്ള ഒരു മോക്ഷത്തിന് എങ്ങനെ യോഗ്യനായിട്ട് തീരും ഒരാൾ അയാൾക്ക് അഷ്ടൈശ്വര്യ സിദ്ധികളൊക്കെ തടസ്സമാവില്ലേ അതാണ് യോഗോപചിതാസു യോഗാവസ്ഥയിൽ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും മഹായോഗികൾക്ക് അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിച്ചു പോകും ഒരു കൃമിയായിട്ട് സഞ്ചരിക്കും വെള്ളത്തിന് മുകളിൽ കൂടി സഞ്ചരിച്ചു പോകാം എന്നിങ്ങനെ എത്രയോ യോഗവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അതിലേക്ക് മനസ്സകപ്പെട്ടു പോയാൽ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ തടസ്സമുണ്ടാവും ആ വിഘ്നങ്ങളെയൊക്കെ വിവേകം കൊണ്ട് അതിക്രമിക്കണം ഓരോരോ കാഴ്ചകൾ അനുഭവങ്ങൾ സിദ്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനെ അവഗണിക്കണം വിട്ടുകളയണം അതിനെ പുറകെ പോകരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വിഘ്നങ്ങളെ അതിക്രമിച്ചാൽ അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ കേട്ട് അനിമാദികളായ അഷ്ടൈശ്വര്യ സിദ്ധികൾ യോഗത്തിന്റെ മഹത്വം കൊണ്ട് താനേ ഉണ്ടാകും പക്ഷെ അതിന് പുറകെ പോകരുത്
അതുകൊണ്ട് മായയുടെ അന്തരംഗ വിലാസങ്ങളാകുന്ന ഓരോ സിദ്ധികളിലും യോഗിയുടെ മനസ്സ് പോവരുത്. മായാസു നവിഷജ്യതേ, മായകളിൽ ചേരരുത്. മായയുടെ സിദ്ധികളിൽ വേലകളിൽ അകപ്പെട്ടു പോകരുത്. അഥവാ അതിലേക്ക് മനസ്സകപ്പെട്ടു പോയാൽ അലൗകികമായ സുഖസാധനങ്ങൾക്ക് അവസരം കാത്തു നിൽക്കുന്നത് കൊണ്ട് മായാകാര്യങ്ങളായ അവയിൽ നിന്ന് കൗതുകമുണ്ടായിപ്പോയാൽ പതുക്കെ പതുക്കെ മോക്ഷത്തിന് കാലമുണ്ടാകും. അനന്യഹേതുഷ്വഥമേ ഗതി സ്യാദ് ആത്യന്തികീയത്ര നമോദ്യഹാസം. യോഗസിദ്ധികളായ അണിമാദികൾ രമിച്ചു പോയാൽ അവൻ നേരിട്ട് മൃത്യുവിൻ്റെ അടുത്തേക്ക് ആയിരിക്കും പോവുക. അവന് മരണവും പിന്നെ ജന്മവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ജനനമരണമാകുന്ന സംസാരത്തെ ഇല്ലാതാക്കണമെങ്കിൽ അജ്ഞാനമെന്ന അവിദ്യയെ നശിപ്പിക്കണം. അവയുടെ സിദ്ധികളുടെ പുറകെ ഓടി നടക്കരുത്. അതിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് ഇതൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഈശ്വരനിലേക്ക് തന്നെ ചേരാനുള്ള ഒരു മനസ്സിന്റെ ദൃഢത ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ഈ തത്വോപദേശം നൽകിയിട്ട് ജീവാത്മ പരമാത്മ ഭാവങ്ങളെ, പ്രകൃതി പുരുഷഭാവത്തെ ആവിഷ്കരിച്ച് ബോധ്യപ്പെടുത്തിയത് എന്ന് അമ്മയോട് പറഞ്ഞുകൊണ്ട് അധ്യായം അവിടെ ഉപസംഹരിച്ചു. യഥാ നയോഗോപചിതാസു ചേതോ മായാസു സിദ്ധസ്യ വിഷജ്യതേംബ അനന്യഹേതുഷ്വഥമേ ഗതി സ്യാദ് ആത്യന്തികി എത്ര നമദ്യുഹാസാം. ഹേ അംബ, യോഗോപചിതാസു അനന്യഹേതുഷു മായാസു സിദ്ധസ്യ ചേതഃ ന വിഷജ്യത്തെ അഥ ആത്യന്തികീ മേ ഗതിഃ സ്യാത് യത്ര മൃത്യുഹാസഃ ന സ്യാത്. യദാ ന യോഗോപചിതാസു ചേതോ മായാസു സിദ്ധസ്യ വിഷജ്യതേംബ അനന്യഹേതുഷ്വഥമേ ഗതി സ്യാത് ആത്യന്തികീ എത്ര ന മൃത്യുഹാസാം. യദാ ന യോഗോപചിതാസു ചേതോ മായാസു സിദ്ധസ്യ വിഷജ്യതേംബ അനന്യഹേതുഷ്വഥമേ ഗതി സ്യാത് ആത്യന്തികീ എത്ര ന മൃത്യുഹാസാം. എന്ന് മോക്ഷത്തിലേക്ക് പ്രവേശിക്കേണ്ട അവസരങ്ങൾ തടസ്സം നിൽക്കുന്നതിനെയൊക്കെ മായാകാര്യങ്ങളെ, പ്രകൃതി കാര്യങ്ങളെ ജ്ഞാനം കൊണ്ട് തട്ടി നീക്കി, വിരക്തി കൊണ്ട് തട്ടി നീക്കി ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ അധ്യായം ഇവിടെ ഉപസംഹരിച്ചു. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഇനി ഒരറിയിപ്പുള്ളത്, ഈ മാർച്ച് മാസത്തിലെ ഒടുവിലത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇനി നമുക്കുള്ളത് അടുത്ത ഏപ്രിൽ മാസം ആദ്യമാണ്. പക്ഷെ ഏപ്രിൽ ആദ്യത്തെ 2-3 ആഴ്ചകളിൽ ഞാൻ കുറേ യാത്രകളും കുറേ അസൗകര്യങ്ങളുമാണ്. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 1 മാസം ഒരു ചെറിയ വെക്കേഷൻ തരാം. 12 മാസം കംപ്ലീറ്റ് പഠിച്ചതും പഠിപ്പിച്ചതും തോന്നേണ്ട 1 മാസം ഒരേ ഇളവ്. അതുകൊണ്ട് ഏപ്രിൽ മാസം 1 മാസം ക്ലാസ് ഉണ്ടാവില്ല. മെയ്യിലെ ഇനി ക്ലാസ് ഉണ്ടാവും. ഈ 1 മാസം ക്ലാസ് ഇല്ല എന്ന് വിചാരിച്ച് എന്താണ് കുട്ടികളോട് പറഞ്ഞവരെ കളിച്ച് നടക്കാൻ വേണ്ടിയുള്ളതല്ല. ഈ ക്ലാസ്സിൻ്റെ സമയത്ത് എൻ്റെ ഏതെങ്കിലും ക്ലാസ്സുകൾ ഇട്ട് കേൾക്കാം. അത് കേട്ടിട്ട് അതിൽ നിന്ന് മനസ്സിലാകാത്ത ഭാവങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അടുത്ത മാസം ക്ലാസ് തുടങ്ങുമ്പോൾ വീണ്ടും ചോദിക്കാം. അപ്പം അങ്ങനെ ഒരു അതീതി ബോധ ആചരണം, പഠിച്ചത് എന്താണെന്ന് ബോധ്യപ്പെടാനുള്ള അനധ്യായ ദിവസങ്ങൾ ജീവിതത്തിൽ വേണമെന്നാണ്. 1 മാസത്തിൽ 8 ദിവസം അനധ്യായമായിരുന്നു പണ്ട്. അന്ന് പഠിക്കില്ല. പഠിച്ചതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് 1 വർഷത്തിൽ 1 മാസം അനധ്യായ ദിവസം ഇരിക്കട്ടെ. പക്ഷെ എന്ത് ചെയ്യാം, ഇത് കേൾക്കാം. ഈ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേൾക്കണം. ഈ സമയത്ത് കേട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ചു പോകാം. പുതിയ പാഠങ്ങൾ ഇനി നമ്മൾ അടുത്ത മാസത്തിൽ പഠിക്കാനുണ്ടാവുള്ളൂ. ഈ ഒരു അറിയിപ്പോടുകൂടി ഉപസംഹരിക്കാം. സംശയം ഉണ്ടെങ്കിൽ അതിനുശേഷം ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.